അങ്ങനെ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആദ്യ ഡൽഹി സന്ദർശനം കേരള ഹൗസിൽ സംഭവ ബഹുലമായിരുന്നു. സുപ്രീം കോടതി വിധി ലംഘിച്ച് പടക്കം പൊട്ടിച്ചുകൊണ്ടായിരുന്നു കേരള ഹൗസിൽ ജീവനക്കാരുടെ വക മുഖ്യമന്ത്രിക്ക് സ്വീകരണം നൽകിയത്. മുഖ്യമന്ത്രി വി ഡി സതീശനെ സ്വീകരിക്കാൻ രാഹുൽ മാങ്കൂട്ടം കേസിലെ അതിജീവിതയെ ആക്ഷേപിച്ച കേസിലെ ഇനിയും അറസ്റ്റ് ചെയ്യപ്പെടാത്ത പ്രതി ദീപ ജോസഫും എത്തിയത് വലിയ ചർച്ചകൾക്കാണ് ഇപ്പോൾ ആക്കം കൂട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റു റിപ്പോർട്ട് കൂടി നോക്കാം. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ആദ്യ ഡൽഹി സന്ദർശനത്തിന് തൊട്ട് മുൻപ് കേരള ഹൗസിൽ ഫ്ലെക്സിനെ ചൊല്ലി തർക്കം. NGO യൂണിയൻ ബോർഡ് സ്ഥാപിച്ച ആ ഫ്ലെക്സ് മാറ്റണമെന്ന് NGO അസോസിയേഷൻ പ്രവർത്തകർ ആവശ്യപ്പെട്ടതായിരുന്നു തർക്കത്തിന് കാരണം. ഇത് മുഖ്യമന്ത്രിക്കെതിരെയോ സർക്കാരിനെതിരെയോ ഉള്ള ഒരു കാര്യവും ദയവായി അത്തരത്തിൽ നിങ്ങൾ കാണണ്ട. അത് കോടതിയിലിരിക്കുന്ന ഡൽഹി കേരള ഹൗസിൽ ഇടത് അനുകൂല യൂണിയനും കോൺഗ്രസ് അനുകൂല യൂണിയനും തമ്മിൽ ഫ്ലെക്സ് ബോർഡിനെ ചൊല്ലി തർക്കമുണ്ടായി. മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തുന്നതിന് തൊട്ടു മുമ്പായിരുന്നു തർക്കം. ഇടത് സംഘടനാ നേതാവിനെ കേരള ഹൗസ് റെസിഡന്റ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ബോർഡ്. മുഖ്യമന്ത്രിക്ക് സ്വാഗതമേകി NGO അസോസിയേഷൻ സ്ഥാപിച്ച ബോർഡ് വെച്ചു എന്നാണ് കോൺഗ്രസ് സംഘടനാ നേതാക്കൾ ആരോപിച്ചു. ജീവനക്കാരന്റെ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന ബോർഡിൽ NGO യൂണിയന്റെ പേര് വെച്ചിരുന്നില്ല. ബോർഡ് പിന്നീട് മാറ്റി സ്ഥാപിച്ചു. അതേസമയം ബോർഡ് മറച്ചു വെച്ചിട്ടില്ല എന്ന് കേരള ഹൗസിലെ ഇടത് സംഘടനാ പ്രവർത്തകർ അറിയിച്ചു. ബോർഡ് അസിസ്റ്റന്റ് റെസിഡന്റ് കമ്മീഷണർ ഇടപെട്ടാണ് മാറ്റി സ്ഥാപിച്ചത്. ജനം, ഡൽഹി.